ഫസ്റ്റ് ടൈമാണ് വരുന്നത്? 5 മാസം ഞാൻ ചികിത്സ. 5 മാസം. മാറ്റമുണ്ടോ? കുറേ മാറ്റമുണ്ട്. എവിടെ നിന്ന് വരുന്നത്? തൃത്താല പട്ടാമ്പി. ആദ്യമായിട്ടാ? ഫസ്റ്റ്. ഉസ്താദിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. എപ്പിഡയാലിസിസ് ബുള്ളോസ എന്ന് പറയുന്ന അതിമാരകമായ ഒരസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ കാര്യവുമായിട്ടാണ് ഞാൻ ഉസ്താദിനെ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എന്നല്ല, ഇന്ന് ലോകത്ത് തന്നെ മരുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു അസുഖമാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ പറയുന്നത് ശരീരത്തിൻ്റെ മജ്ജയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം ദ്രാവകം അതിങ്ങനെ പുറന്തള്ളണമെന്നാണ് പറയുന്നത്. അതൊരിക്കലും നിർത്താൻ കഴിയില്ല. അതിങ്ങനെ പൊള്ളം രൂപത്തിലേക്ക് പുറത്തു വന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് വീണ്ടും അത് ഉണങ്ങും. നമ്മൾ സാധാരണ ഓയിൻമെൻറ്റ് തേക്കുമ്പോൾ ഉണങ്ങും, വീണ്ടും അതിങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ ശരീരം തൊലി അടന്ന് പോയി ശരീരത്തിൻ്റെ വിരലുകളൊക്കെ അറ്റുപോവുക, കാലിൻ്റെ വിരലുകൾ അറ്റുപോവുക, അങ്ങനെ ജോയിൻറ്റുകളൊക്കെ ഇല്ലാതായി ആ ജീവിതം മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം. ഇതാണ് അങ്ങനത്തെ ആ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ തന്നെ ഏറ്റെടുത്ത 1-2 കേസുകൾ വെല്ലൂർ വരെ കൊണ്ടുപോയിട്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഉണ്ടായ അസുഖങ്ങളുണ്ട്. ഒരിക്കലും മാറില്ല എന്നുള്ളതാണ്. ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയും വികൃതമാണ്. ശരീരം മുഴുവൻ മുറിവുകളും, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അറ്റുപോയിട്ട് ചുണ്ട് പല്ല് ഒക്കെ കേടുവന്നു വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ അത്തരം രോഗം ബാധിച്ച ഒരു കുട്ടിയെ ഞാനിവിടെ ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി വിടുകയും ഏകദേശം ഒരു 2 മാസം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് സുഖം പ്രാപിക്കാൻ തുടങ്ങി. വലിയ ഒരു ആശ്വാസമാണ് നമ്മുടെ ഉസ്താദ് ഹംസ വൈദ്യർ. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അതൊന്ന് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ലക്ഷങ്ങളോ കോടികളോ വാങ്ങിയിട്ടല്ല ഇവിടെ ചികിത്സ നടത്തുന്നത്. മരുന്നിന് വേണ്ടിയുള്ള ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ചിലതൊക്കെ അദ്ദേഹം തന്നെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. കാരണം ഇത് പണം വാങ്ങി ചെയ്യേണ്ട ഒന്നല്ല, ഇത് തൻ്റെ കടമയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പം ഇതിനകത്ത് ഞാനിവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോടാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നമ്മൾ വരുമ്പോൾ ഒരുപാട് ആളുകളെ ഇവിടെ കാണാറുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പലരോടും ഇന്ന് നടത്തിയ പോലുള്ള അന്വേഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ എല്ലാവരും വന്നതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരം അസുഖങ്ങൾ ബാധിച്ച് ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ഒന്ന് വൈദ്യരെ കണ്ടതിന് ശേഷം അതിനു വേണ്ടി ശ്രമിക്കണം. ചില ആളുകൾ ഷുഗർ ബാധിച്ചിട്ടും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരു ഉമ്മാന്റെ കാലൊന്ന് മാന്തിയപ്പോൾ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത്. ആ മാന്തി പൊട്ടിയിട്ട് അതിനുശേഷം കാലിൻ്റെ 2 വിരലുകളും മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലാണ് അവിടെ വന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുന്നേ ശരീരത്തിൻ്റെ തൊലിപ്പുറമെ കാണുന്ന മാരകമായ രോഗങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ അതിന് മാറില്ല എന്ന് കരുതി വീട്ടിലിരിക്കുന്ന ആളുകൾ, വിധി എഴുതി വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 90% ആളുകൾക്കും അതിനകത്ത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. പൈസയുടെ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരിലോ മാറി നിൽക്കാതെ ഒരു ഇത് പറയാം. പിന്നെ എനിക്ക് വേണ്ടി പറയുന്നതാണ്, ഇത് ഫിറോസിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. എന്നാലും പറയാം, നിർധനരായ എത്ര രോഗികളുണ്ടെങ്കിലും നിങ്ങൾ വന്നോളൂ. അവർക്ക് ചികിത്സയും താമസവും ഭക്ഷണവും മരുന്നും എല്ലാം അത് ഞാൻ നൽകും. അതെന്റെ കടമയാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. ഇതുപോലുള്ള കാലുകളൊക്കെയാണ്, ഇതൊന്നും അല്ല. കാരണം ഇതിനേക്കാളും മോശമായ സാഹചര്യത്തിൽ വന്ന കാലാണ്. ഇപ്പൊ ഏകദേശം ആ മുറിവ് ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിലേക്ക് വരണം. കാരണം ഫോൺ നമ്പർ ഇല്ല, ഫോൺ നമ്പർ കൊടുക്കലില്ല. അതിലേക്ക് അത്രമാത്രം കോളുകൾ വരുന്നുണ്ട്. ഈ എൻക്വയറി നടത്തുന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ചിലപ്പോൾ 4-5 ആളുകളെ നിർത്തേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ കാരണം അത്രമാത്രം എൻക്വയറി ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ വരുന്ന ആളുകൾ ഞായറാഴ്ചയും ബുധനാഴ്ചയും ഈ പറയുന്ന അഡ്രസ്സിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ 1-ാം മൈലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ വൈദ്യന്റെ അടുത്തേക്ക് വരിക. ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുക. സാധാരണ ഡോക്ടർമാരെ നോക്കി പോണ പോലെ ഡോക്ടർ ഇങ്ങനെ നോക്കി മരുന്നെഴുതി കൊടുത്ത് വിടലല്ല. ഒരു രോഗി വരുമ്പോൾ അതിന്റെ മുറിവുകളാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് തുടക്കലും ക്ലീൻ ചെയ്യലും മരുന്ന് പുരട്ടലൊക്കെ ആകുമ്പോൾ അസുഖം കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത്രയും ടൈം എടുക്കും, സമയം എടുക്കും. എങ്ങനെ? അതെ. അപ്പോൾ വേറെ ആരുമില്ല, വൈദ്യുതി ഒറ്റയ്ക്കാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യല്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടാവും. അപ്പോൾ വരുന്ന ആളുകൾ ഒരു ദിവസം തന്നെ കണക്കാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ബുധനാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നമുക്കിടയിൽ ഇത് അറിയാത്ത ആളുകളുണ്ട്, അവരുടെ മുന്നിലേക്ക് ഇത് എത്തട്ടെ. ആർക്കെങ്കിലും ഒക്കെ ഇത് ഒരു ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആവട്ടെ.